നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐയുടെ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചു. ചിന്താ ജെറോം പ്രസിഡന്റ്, M. വിജയൻ സെക്രട്ടറി. ഓണത്തിരക്കുകളിലേക്ക് നാട്, ഓണച്ചന്തകൾ സജീവം. സ്വർണ്ണവില കുതിപ്പ് തുടരുന്നു. ശനിയാഴ്ച ഒറ്റയടിക്ക് വർദ്ധിച്ചത് 1120 രൂപ. വിശദമായ വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐയുടെ പുതിയ സംസ്ഥാന നേതൃത്വത്തെ പ്രഖ്യാപിച്ചു. തൃശൂരിൽ ചേർന്ന സംസ്ഥാന സമ്മേളനത്തിൽ ചിന്താ ജെറോമിനെ സംസ്ഥാന പ്രസിഡന്റായും M. വിജയനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ട്രഷറർ R. രാഹുൽ, വൈസ് പ്രസിഡന്റുമാർ R. ശ്യാമ, V. അനൂപ്, മുഹമ്മദ് അഫ്സൽ, P. ഷബീർ, നിഖിൽ ബാബു, ജോയിന്റ് സെക്രട്ടറിമാർ ഗ്രീഷ്മ അജയ് ഘോഷ്, രജീവ് വെള്ളാട്ട്, ശ്യാം പ്രസാദ്, സച്ചിൻ ദേവ്, K. അനുശ്രീ എന്നിവരുമാണ്. 92 അംഗ സംസ്ഥാന കമ്മിറ്റിയെയും 25 അംഗ സെക്രട്ടേറിയറ്റിനെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷങ്ങൾക്ക് നാടൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സമൃദ്ധിയുമായി കൃഷിഭവൻ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. ക്ഷമകാര്യ സ്ഥിരസമിതി ചെയർമാൻ TT ബെന്നി, വികസനകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ സിനി ബിജു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി, പ്രിൻസൻ തയ്യാലക്കൽ, പഞ്ചായത്ത് അംഗം ഷൈനി ജിജോ, കൃഷി ഓഫീസർ രവീന്ദ്രൻ, സെക്രട്ടറി സുഭാഷ്, മുൻ പഞ്ചായത്ത് അംഗങ്ങൾ, ADC അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഓഗസ്റ്റ് 22 മുതൽ 25 വരെയാണ് അമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ഓണച്ചന്ത നടക്കുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിവിധ നാടൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഓണച്ചന്തയിൽ ലഭ്യമാകും. സപ്ലൈകോയുടെ ഓണച്ചന്തയ്ക്ക് പുതുക്കാട് തുടക്കമായി. KK രാമചന്ദ്രൻ MLA ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിൻഡ സനോജ്, സവിത ജനൻ, CPM പ്രതിനിധി അഡ്വക്കേറ്റ് അൽജോ P. ആന്റണി എന്നിവർ സംസാരിച്ചു. ഓണപ്പൂക്കളം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് തൃക്കാക്കരയപ്പൻ കൂടി ചേരുമ്പോഴാണ്. ഓണനാളുകളുടെ വരവറിയിച്ച് നാട്ടുവഴികളിൽ മണ്ടുകൊണ്ടൊരുക്കിയ തൃക്കാക്കരയപ്പൻ വിൽപ്പനയ്ക്കെത്തി. ഓണപ്പൂക്കളം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് തൃക്കാക്കരയപ്പൻ കൂടി ചേരുമ്പോഴാണ്. ഓണനാളുകളുടെ വരവറിയിച്ച് നാട്ടുവഴികളിൽ മണ്ണുകൊണ്ടൊരുക്കിയ തൃക്കാക്കരയപ്പൻ വിൽപ്പനയ്ക്കെത്തി. ഓണക്കാലത്ത് കളിമണ്ണിൽ തീർത്ത തൃക്കാക്കരയപ്പന്റെ രൂപങ്ങൾക്ക് വിപണിയിൽ വലിയ വരവേൽപ്പാണ് ലഭിക്കാറുള്ളത്. കളിമൺ പാത്രങ്ങൾ സ്ഥിരമായി വിറ്റിരുന്നവരാണ് ഓണക്കാലമായതോടെ തൃക്കാക്കരയപ്പനും വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. പഴയ കാലത്തിൽ നിന്ന് വിഭിന്നമായി ചെറിയ തൃക്കാക്കരയപ്പനാണ് ഏറ്റവും ആവശ്യക്കാർ. കൂടുതൽ കാലം ഈട് നിൽക്കുന്നതും ഒടിയാനുള്ള സാധ്യത കുറഞ്ഞതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. കളിമണ്ണ് കൊണ്ടാണ് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കുന്നത്. മണ്ണ് കുഴച്ച് നല്ലതുപോലെ അടിച്ചു പരത്തി പദം വരുത്തും. നിറം നൽകാൻ ഇഷ്ടികപ്പൊടിയും ചേർക്കും. 3 അല്ലെങ്കിൽ 5 തൃക്കാക്കരയപ്പന്മാരെയാണ് ഉണ്ടാക്കുക. നടുവിൽ വലുതും ഇരുഭാഗത്തും 2 ചെറുതു വീതവുമാണ് ഉണ്ടാക്കി വയ്ക്കുക. ഒന്നിന് 50 രൂപയും 3 എണ്ണത്തിന്റെ സെറ്റിന് വലിപ്പമനുസരിച്ച് 150 രൂപ മുതൽ 300 രൂപ വരെയുമാണ് വില. കളിമണ്ണ് ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില വർധന ഈ തൊഴിൽ മേഖലയ്ക്ക് വെല്ലുവിളിയാണ്. പലപ്പോഴും അധ്വാനത്തിനനുസരിച്ചുള്ള കൂലി ലഭിക്കുന്നില്ലെന്നാണ് വിൽപ്പനക്കാരുടെ പരാതി. ഈ തൃക്കാക്കരയപ്പൻ കച്ചവടത്തിന് ഞങ്ങളിപ്പോൾ ഓണക്കച്ചവടത്തിന് വന്നേക്കാണ്. ഇപ്പൊ കച്ചവടം ഒന്നും ആയിട്ടില്ല. പിന്നെ ഇനിയിപ്പം വില പറയുമ്പോഴാണ് ഭയങ്കര ആൾക്കാർ പേശാണ്. എന്നുവെച്ചാൽ എല്ലാത്തിനും വില, മണ്ണിനും വില കൂടുതൽ, മണ്ണ് കിട്ടാനും ഇല്ല, അതും വില കൂടുതൽ. ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുമ്പോഴന്നെ അതും നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. കാരണം എല്ലാ വർഷം ചെയ്യണതല്ലേ, അത് ചെയ്യണം. കച്ചവടമായി വരുന്നുള്ളൂ. ഓണത്തിന്റെ ദിവസം ആകുമ്പോഴേക്കും 2-3 ദിവസം ആകുമ്പോഴേക്കും കച്ചവടം ആവുമെന്നും പ്രതീക്ഷ. അങ്ങനെയാണ് 3 ദിവസമാണ് കച്ചവടം കിട്ടുള്ളൂ ഞങ്ങൾക്ക്. ആ കച്ചവടം അപ്പൊ ആദ്യം വന്ന് നിൽക്കുകയാണ്, എല്ലാവരും കണ്ടുപോകുമല്ലോ. 10 ദിവസം ഇതുള്ളൂ കച്ചവടമുള്ളൂ. അതിന് 10 ദിവസം കച്ചവടം ഇല്ല, ആകെ 3 ദിവസം കച്ചവടമുള്ളൂ. അതിനിപ്പം മണ്ണിൻ്റെ ഭയങ്കര വില കൂടി 80 രൂപ, ഒരു 6 സീറ്റിന് 80 രൂപ. പിന്നെ അതിൻ്റെ പെയിൻറ്റ് മേടിക്കാനും പണിക്കാശും കൂട്ടാണ്ടാണ് ഇപ്പോൾ ഞങ്ങളിത് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. പണിയും കുറവല്ല, ഈ മഴ ഓണാകുമ്പോഴേക്കും കച്ചവടം കൂടുന്ന
പ്രതീക്ഷിക്കുന്നത്. ഇതങ്ങനെ ദൈവത്തിനറിയാം. സ്ഥിരമായി കളിമൺപാത്ര നിർമ്മാണ തൊഴിലിൽ ഏർപ്പെടുന്ന കൊടകരയിലെ കുംഭാര സമുദായ അംഗങ്ങളാണ് ഓണക്കാലത്ത് തൃക്കാക്കരയപ്പനെ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നത്. ഓണദിനങ്ങൾ അടുക്കുന്നതോടെ കച്ചവടം തകൃതിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് കൊടകര മേൽപ്പാലത്തിനടിയിൽ ഇവർ വഴിയോര വിപണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഓണക്കാലമായതോടെ തൃക്കാക്കരയപ്പന്മാരുടെ വിപണി കൂടി സജീവമായിരിക്കുകയാണ്. കളിമണ്ണ് അടിച്ചു പരത്തി ഇത്തരത്തിൽ രൂപങ്ങളാക്കി അതിൽ വർണ്ണഛായങ്ങൾ തീർത്ത് പൂക്കൾ കൂടി ഒരുക്കുന്ന ഇത്തരം തൃക്കാക്കരയപ്പന്മാർ കൂടി ചേരുമ്പോഴാണ് ഓണപ്പൂക്കളങ്ങൾ അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. ഏതായാലും തൃക്കാക്കരയപ്പൻ വിപണി കൂടുതൽ സജീവമായിരിക്കുകയാണ്. ഓണം അടുക്കുന്നതോടുകൂടി, ഓണ ദിവസങ്ങൾ അടുക്കുന്നതോടുകൂടി വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡ്രോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മാനേജർ ഫാദർ ആൻഡ്രോ ചിരിയങ്കണ്ടത്ത് ഓണ സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബജിൻ പ്രിൻസ്, പ്രധാന അധ്യാപിക ലിറ്റി പോൾ, PTA പ്രസിഡന്റ് ബൈജു മുളക്കര എന്നിവർ സംസാരിച്ചു. പരിപാടികൾക്ക് PTA ഭാരവാഹികളായ വി സദാശിവൻ, അഗസ്റ്റിൻ VM, രമ്യ വിനീഷ്, ജിൻസി, സിബി എന്നിവരും അധ്യാപകരായ സോണിയ ടോം, ഗായത്രി ലിബിൻ, രേഷ്മ ജോൺസൺ, മെർഫിൻ ടി ഫ്രാൻസിസ് എന്നിവരും നേതൃത്വം നൽകി. പുതുക്കാട് മേരിമാത ICSE ആൻഡ് ISC സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണപ്പാട്ട്, തിരുവാതിര, നാടൻപാട്ട്, നൃത്തപരിപാടികൾ തുടങ്ങിയവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. മഹാബലിയുടെ വരവും മലയാളികളുടെ ഐക്യവും സമത്വവും ഓർമ്മിപ്പിക്കുന്ന അവതരണങ്ങളും അരങ്ങേറി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സാലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ചൈൽഡ് കെയർ ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് ട്രസ്റ്റ് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് പ്രതിനിധി നിസാർ പുതുമനശ്ശേരി പഠനോപകരണ കിറ്റ് വിദ്യാലയത്തിന് കൈമാറി. പ്രധാനാധ്യാപിക VS ഷീല, MPTA പ്രസിഡന്റ് സുജ സിജിൽ, SMC ചെയർമാൻ ബൈജു, KP രജനി, K അമിത എന്നിവരും സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ സ്കൂളിലും കോടാലി ഗവൺമെൻറ് LP സ്കൂളിലും സാമ്പത്തികമായി അല്പം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സഹായ ഹസ്തവുമായി നമ്മുടെ സ്കൂളിലെത്തി. കഴിഞ്ഞ വർഷം നമുക്ക് 73 കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ കിറ്റ് ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ടാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിപ്പ് തുടരുന്നു. കഴിഞ്ഞ ദിവസം 2 തവണയായി 1680 രൂപ വർദ്ധിച്ച സ്വർണ്ണവിലയിൽ ശനിയാഴ്ച ഒറ്റയടിക്ക് 1120 രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 140 രൂപയാണ് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 14,950 പവന് 1,19,600 രൂപയുമായി. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ്ണവിലയിലെ കുതിപ്പിന് പ്രധാന കാരണം. ഡോളർ ദുർബലമായതും അമേരിക്കൻ ബോണ്ട് ആദായത്തിലുണ്ടായ കുറവും സ്വർണത്തിന് കരുത്തേകി. US ഫെഡറൽ റിസർവിന്റെ പണപ്പെരുപ്പ ആശങ്കകളും സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിലെ സർവകാല റെക്കോർഡ്. 2025 ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം രൂപ കടന്നത്. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത ചാൻസലർ ഫാദർ കിരൺ തട്ട്ല കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. വികാരി ഫാദർ തോമസ് വെളക്കനാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ അഖിൽ തണ്ടിയേക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ബേബി പോൾ വലിയ കണ്ടത്തിൽ, ജിതിൻ വേലത്തിപ്പറമ്പിൽ, ജിപ്സൺ ഏറ്റുമാനൂക്കാരൻ,
ബിബിൻ പുതൂർക്കര എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രസിഡന്റ് വാഴ്ച, വിശുദ്ധ കുർബാന, ലതീഞ്ഞ് നൊവേന, നേർച്ചാത്തേൻ, വെഞ്ചിരിപ്പ് എന്നിവയുണ്ടായി. ഈ മാസം 30-നാണ് ഊട്ടുതിരുനാൾ ആഘോഷം. വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറും വിമുക്തി കോർഡിനേറ്ററുമായ KK രാജുവിനെ BJP ആമ്പല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KB സന്ദീപ്, തൃക്കൂർ മേഖല പ്രസിഡന്റ് അനിൽകുമാർ, BJP കല്ലൂർ മേഖല പ്രസിഡന്റ് സിന്ധു അശോകൻ, തൃക്കൂർ മേഖല ജനറൽ സെക്രട്ടറി സഞ്ജയ് വാരിക്കുഴി, കല്ലൂർ മേഖല ജനറൽ സെക്രട്ടറി രാകേഷ്, തൃക്കൂർ മേഖല വൈസ് പ്രസിഡന്റ് സുധീഷ് കണിയമാക്കൽ, ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളക്കരയുടെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കമാണ് ഈ ഓണനാളുകളിൽ നടക്കുന്നത്. നാട്ടിലെ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ മാവേലിയും എത്തുന്നു NCTV-യോടൊപ്പം. ഓണക്കാലത്ത് വിപണിയെ പരിചയപ്പെടുത്താൻ NCTV ഒരുക്കിയ മാവേലി ഷോപ്പിംഗ് വൈബ് എന്ന പരിപാടിയിലേക്ക്. ബാങ്കിംഗ് സേവന രംഗത്തെ ശ്രദ്ധേയരായ CSBയുടെ ആമ്പല്ലൂർ ബ്രാഞ്ച് ഇനി മണ്ണമ്പേട്ട കരുവാപ്പടിയിലും. പ്രവാസികൾക്ക് ഡോളർ നിക്ഷേപത്തിന് ഉയർന്ന പലിശ നിരക്ക് നേടാൻ ഓഗസ്റ്റ് 31 വരെ സുവർണാവസരം. മണ്ണമ്പേട്ട കരുവാപ്പടിയിലാണ് CSBയുടെ ആമ്പല്ലൂർ ശാഖ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സേവിംഗ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, NRI സേവിംഗ്സ് അക്കൗണ്ട്, ഗോൾഡ് ലോൺ, ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഹോം ലോൺ, കാർ ലോൺ തുടങ്ങിയ ജനപ്രിയ സേവനങ്ങൾ CSB ആമ്പല്ലൂർ ബ്രാഞ്ചിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു. പ്രവാസികൾക്ക് ഡോളർ നിക്ഷേപത്തിന് ഉയർന്ന പലിശ നിരക്ക് നേടാൻ അവസരമൊരുക്കി FCNR പദ്ധതിയിലെ സ്പെഷ്യൽ ഓഫർ ഓഗസ്റ്റ് 31 വരെ മാത്രമാണ്. ഈ പദ്ധതിയിലൂടെ ഡോളർ നിക്ഷേപത്തിന് 7.05% പലിശ നിരക്ക് സ്വന്തമാക്കാൻ ഉപഭോക്താക്കൾക്ക് സുവർണാവസരമുണ്ട്. NCTV മാവേലി നാട്ടിൽ ഓണം ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മണ്ണമ്പേട്ടയിലെ കരുവപ്പടിയിൽ ആരംഭിച്ചിട്ടുള്ള CSB ബാങ്കിന്റെ ഏറ്റവും പുതിയ ശാഖയിലാണ്. ഇവിടുത്തുകാർക്ക് അവരുടെ ബാങ്കിംഗ് സേവനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ഓണസമ്മാനമായി ലഭിച്ചിരിക്കുകയാണ് കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ഈ ഒരു പുതിയ ബ്രാഞ്ച്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ബ്രാഞ്ച് മാനേജറായിട്ടുള്ള മിനി മേഡമാണ്. ഈ 2026 ഓണക്കാലത്തെ എങ്ങനെയാണ് വരവേൽക്കുന്നത്? ഞങ്ങൾ ആമ്പല്ലൂർ ബ്രാഞ്ച് ഇപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് ഓണക്കാലത്താണ്. അപ്പോൾ CSB ബാങ്ക് ഇവിടെ ആമ്പല്ലൂർ പ്രവർത്തനം തുടങ്ങിയിട്ട് 50 കൊല്ലത്തിന് മുകളിലായി. അപ്പോൾ ഇത് നല്ലൊരു ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറണം എന്നുള്ളത് ബാങ്കിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓണായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓണായിട്ട് ബ്രാഞ്ചിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഈ ഓണക്കാലത്ത് CSB കസ്റ്റമേഴ്സിനായി ഒരുക്കുന്ന ഓണസമ്മാനമാണ് ഉയർന്ന പലിശ നിക്ഷേപകർക്ക് നൽകാനുള്ള അവസരം ഒരുക്കുന്ന USD FCNR പദ്ധതി. കൂടുതൽ വിവരങ്ങൾക്കായി ഇന്ന് തന്നെ CSBയുടെ മണ്ണമ്പേട്ട കരുവാപ്പടിയിലെ ആമ്പല്ലൂർ ശാഖ സന്ദർശിക്കുക. 1.5 പതിറ്റാണ്ടിലേറെയായി മണ്ണമ്പേട്ടയിലെ ആതുര സേവന രംഗത്തെ ജനകീയ മുഖമാണ് ഷാരോൺ മെഡിക്കൽസ് ആൻഡ് ക്ലിനിക്. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. ഷാരോണിലെ ഓണവിശേഷങ്ങളുമായി മാവേലി ഷോപ്പിംഗ് വൈബ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെ കാലമായി ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ആതുര സേവനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മണ്ണമ്പേട്ടയിലെ ആവേ മരിയ ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള ഷാരോൺ മെഡിക്കൽസ് ആൻഡ് ക്ലിനിക്. ഇംഗ്ലീഷ് മരുന്നുകൾ ലഭിക്കുന്ന ഒരു സ്ഥാപനം എന്നതിനപ്പുറത്ത് ഒരു ക്ലിനിക്കാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൂടി ഇവിടെ ലഭിക്കുന്നു എന്നത് പ്രത്യേകതയാണ്. ഒപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ഐ ടെസ്റ്റിന് വേണ്ട സജ്ജീകരണങ്ങളും
ഇവിടെ ഉണ്ട്. നമ്മോടൊപ്പം ഉള്ളത് പാപ്പച്ചൻ ചേട്ടനാണ്. പാപ്പച്ചൻ ചേട്ടനാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ. ഒപ്പം തന്നെ ഇവിടെ വരുന്ന പീഡിയാട്രിക് വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഡെനിസ് ഡോക്ടറും ഉണ്ട്. പാപ്പച്ചൻ ചേട്ടാ, എങ്ങനെയാണ് നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയാണ്? ഇവിടെ വരുന്ന എല്ലാവർക്കും രോഗനിർണയവും അതുപോലെ തന്നെ മരുന്നും ഇവിടെ തന്നെ നൽകിക്കൊണ്ടാണ് ഞങ്ങളുടെ സേവനം മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ ഇവിടെ എത്ര നാളായി ഈ സ്ഥാപനത്തിൽ വരുന്നു? ഏകദേശം ഒരു 20 കൊല്ലമായി. ഞാൻ ഹെൽത്ത് സർവീസിലായിരുന്നു. റിട്ടയർമെന്റിന് ശേഷം ഇവിടെ വന്നു പോകുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ വരുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണ് തോന്നിയിട്ടുള്ളത്? പാപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ നടക്കണം. അത് പ്രോഫിറ്റിനേക്കാൾ ഉപരി പൊതുജനങ്ങൾക്ക്, മണ്ണുംപേട്ടയിലുള്ള ജനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള മെഡിക്കൽ സംബന്ധമായ എല്ലാ സേവനങ്ങളും കൊടുക്കുന്ന ഇപ്പോഴും തയ്യാറുള്ള ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ പോകുന്നത്. തീർച്ചയായും ഡോക്ടർ പറഞ്ഞതാണ് അതിന്റെ ഒരു കൃത്യമായ ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സേവന തൽപരതയോടുകൂടി ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുക, അത് നാടിന് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് ഷാരോൺ മെഡിക്കൽസ് ആൻഡ് ക്ലിനിക്കിന്റെ ഏറ്റവും വലിയ സവിശേഷതയും വിജയം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പവൻചേട്ടന് എല്ലാവിധ ആശംസകളും ഒപ്പം ഓണാശംസകളും നേരുകയാണ്. ഹാപ്പി ഓണം. എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഒരു ഹാപ്പി ഓണം പറഞ്ഞു. ആവേ മരിയ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഈ ആഘോഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഈ ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെയും ഷാരോൺ മെഡിക്കൽസിന്റെയും ഐശ്വര്യവും സന്തോഷവും സമൃദ്ധമായ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. ക്വാളിറ്റി വസ്ത്രങ്ങളും മികച്ച ഓഫറുകളുമായാണ് കല്ലൂർ നായരങ്ങാടി സ്നേഹ ഫാഷൻ സ്റ്റോർ ഈ ഓണക്കാലത്തെ വരവേൽക്കുന്നത്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ. LCTV മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മൾ കല്ലൂർ നായരങ്ങാടിയിലെ സ്നേഹ ഫാഷൻ സ്റ്റോറിലാണ്. ലേഡീസ് വെയറുകളുടെ കമനീയമായ ശേഖരമാണ് സ്നേഹ ഫാഷൻ സ്റ്റോറിന്റെ ഒരു പ്രത്യേകത. മുഴുവൻ ചുരിദാർ മെറ്റീരിയൽസ്, ചുരിദാറുകൾ, ഒപ്പം തന്നെ ലേഡീസ് വെയറുകൾ, ഏറ്റവും പുത്തൻ ട്രെൻഡിയിലുള്ള ലേഡീസ് വെയറുകൾ വരെ ഇവിടെ ലഭ്യമാണ്. വിപുലമായ കളക്ഷനാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത. ഒപ്പം തന്നെ ഈ ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്കായി സ്നേഹ ഫാഷൻ സ്റ്റോർ ഒരു വലിയ ഓണ സമ്മാനം ഒരുക്കുകയാണ്. അത് മാവേലിയാണ് ആ സമ്മാനം നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിന്റെ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലഭ്യമാണ്. ഇതിന്റെ വീഡിയോ ഈ കടയിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ഉറപ്പാണെന്നാണ് സ്നേഹ ഫാഷൻസ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത്. എല്ലാവർക്കും ഓണം സന്തോഷമാവട്ടെ. അങ്ങനെ മാവേലി വന്ന് ആ ഒരു ഓണ സമ്മാനം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോ ഈ ഓണം കളറാവട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ. പൂവും നുള്ളി തൃത്താപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നുഞ്ഞാലിലാടി തെന്നേലേ വാ ഒന്നാനാം കുന്നിലോടി വാ. അത്തപ്പൂവും നുള്ളി തൃത്താപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നുഞ്ഞാലിലാടി തെന്നേലേ വാ ഒന്നാനാം കുന്നിലോടി വാ. പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽച്ചെടുത്താൻ വാ, വാ, വാ.
പൂജട വേണം, പൂവിളി വേണം, പൂനാരൻ ചാർത്തിയ കന്നി പൂമകൾ വേണം. കുന്നത്തെ കാവിൽ നിന്നും തേവരുതാഴേഴുന്നള്ളുന്നേ, ഓരോലം മഞ്ചൾ മൂളിപ്പോരുന്നുണ്ടേ. ഈ ഓണത്തിന് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ഹോൾസെയിൽ റേറ്റിലും സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് തൃശൂർ TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത്. പുതിയ ട്രെൻഡി കളക്ഷനുകൾക്കൊപ്പം സർപ്രൈസ് ഓഫറുകളും നിങ്ങൾക്കായി TGMൽ ഒരുക്കിയിരിക്കുന്നു. ഈ വർഷത്തെ ഓണാഘോഷം നമുക്ക് TGM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്താലോ? അതേട്ടാ, എങ്ങനെയാണപ്പം? നമുക്ക് മാവേലിയോട് കൂടി ഈ ഒരു ഓണാഘോഷം TGMന്റെ കൂടെ അല്ലേ? തീർച്ചയായും TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂർ പുത്തൻപള്ളിക്ക് പുറകുവശത്താണുള്ളത്. വർഷങ്ങളായി സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്തും ഒപ്പം വിപണന രംഗത്തും ശ്രദ്ധേയരായിട്ടുള്ള TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ഇപ്പോ മാവേലിയോടൊപ്പം എത്തിയിരിക്കുന്നത്. മാവേലി, എങ്ങനെയുണ്ട് ഈ ഷോറൂം? ഒരു വലിയ പ്രത്യേകതയുള്ളത് തൃശ്ശൂരിലെ ഒരു കൂട്ടം ആഭരണ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയാണ് ഈ ജ്വല്ലറിക്ക് പിന്നിലുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ബാക്കിയുള്ള കടയിൽ കാണുന്നതിലും ഉപരി ഇവിടെ ട്രെൻഡിങ് കളക്ഷൻസ് ഉണ്ട്. കാരണം ഇവര് തന്നെയാണ് മാനുഫാക്ചറിങ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആയിരിക്കും ഫസ്റ്റ് എല്ലാ പീസും ഇവർക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അത് മാത്രമല്ല, മറ്റൊരാൾക്കും മറ്റെവിടെയും നൽകാൻ കഴിയാത്ത പണിക്കൂലിയിലെ കുറവ് നൽകാൻ കഴിയുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, തൃശൂർ. പൂക്കോട് മേടംകുളങ്ങര ശാസ്താ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച നടക്കും. മേടംകുളങ്ങര ശാസ്താ ക്ഷേത്രം ഊട്ടുപുരയിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുക. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 7994873666 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഓവർസിയർ ഗ്രേഡ് 3 തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 31 രാവിലെ 11 നടക്കുന്ന ഇന്റർവ്യൂവിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0480275126 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. ഇത്തവണ ഓണമല്ല, പൊന്നോണമാണ് കൃഷ്ണയിൽ. കൃഷ്ണയിൽ പൊന്നോണം, ഒത്തിരി ഓഫറുകളും സമ്മാനങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കാം. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഇതല്ലേ ശരിക്കും പൊന്നോണം? സ്വർണം ഗ്രാമിന് 14,950 രൂപ, പവന് 1,19,600 രൂപ. കേരള ബാങ്ക് കോടാലി ശാഖയിലെ ജീവനക്കാരനായ വിട്ടപ്പള്ളി തേവർപ്പാടം സന്തോഷ് അരിക്കാട്ട് അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ദീപ്തിയാണ് ഭാര്യ. ആകാശ്, മറ്റത്തൂർ പഞ്ചായത്ത് അംഗം അക്ഷയ് എന്നിവർ മക്കളാണ്. വട്ടനാത്ര വടക്കാഞ്ചേരി വീട്ടിൽ നാനി അമ്മയുടെ മകൾ ലക്ഷ്മി അമ്മ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ SN പുരം പാണഞ്ചേരി പരേതനായ അശോകൻ ഭാര്യ ലീല അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സച്ചിൻ മകനും അനുപ മരുമകളുമാണ്. കല്ലൂർ കരുവാക്കുന്ന് കൊടപ്പുള്ളി സുധി അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സജിതയാണ് ഭാര്യ. സഞ്ജന, സഞ്ജയ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിവൈഎഫ്ഐയുടെ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചു. ചിന്താ ജെറോം പ്രസിഡന്റ്, M വിജയൻ സെക്രട്ടറി.
ഓണത്തിരക്കുകളിലേക്ക് നാട്, ഓണച്ചന്തകൾ സജീവം. സ്വർണ്ണവില കുതിപ്പ് തുടരുന്നു. ശനിയാഴ്ച ഒറ്റയടിക്ക് വർദ്ധിച്ചത് 1120 രൂപ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.